യഥാർത്ഥ പ്രവാചകനും കള്ളപ്രവാചകനും തങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് നിശ്ചയമുണ്ടായിരുന്ന ധീരന്മാരായിരുന്നു പ്രവാചകന്മാർ. ദൈവത്തിൻ്റെ അരുളപ്പാടുകളിൽ ഒന്നും തന്നെ നിറവേറൽ കാണാതെ മടങ്ങുകയില്ലെന്ന ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. ഏതെങ്കിലും പ്രവാചകന്റെ വാക്കുകൾ നിറവേറാതിരിക്കുകയാണെങ്കിൽ അയാൾ കള്ളപ്രവാചകനാണ്. വിദൂര ഭാവിയെക്കുറിച്ചു മാത്രമല്ല, ആസന്ന ഭാവിയെക്കുറിച്ചും അവർ പ്രവചിച്ചിരുന്നു. തന്മൂലം ഒരു പ്രവാചകന്റെ വാക്കുകളുടെ ഉൽപ്പത്തി എവിടെ നിന്നാണെന്ന് പ്രവാചകന്റെ കാലത്ത് തന്നെ നിർണയിക്കാനുള്ള സാധ്യത ജനത്തിനുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അനേകം പ്രവാചകന്മാർ എഴുന്നേൽക്കുമെന്നും ഒടുവിലായി പ്രവാചകന്മാരിൽ വലിയവനായ ഒരുവൻ വരുമെന്നും മോശെ ആവർത്തന പുസ്തകത്തിൽ മുന്നറിയിച്ചു. അത് ക്രിസ്തുവായിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നു എന്ന് അവകാശവാദം പുറപ്പെടുവിക്കുന്ന ഒരുവൻ കള്ളപ്രവാചകനാണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? മോശ തന്നെ ആ പ്രശ്നം അവതരിപ്പിച്ച് സമാധാനം നൽകുന്നുണ്ട്. അത് യഹോവ അരുളി ചെയ്യാത്ത വചനമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ, ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ആവർത്തന പുസ്തകം 18:22. പ്രവാചകന്റെ വാക്ക് 100% ശരിയായിരിക്കണം. അല്പം തെറ്റിയാൽ പ്രവാചകന്റെ അന്ത്യം ദാരുണമായിരിക്കും. കള്ളപ്രവാചകന് ലഭിക്കുന്നത് മരണശിക്ഷയായിരുന്നു. അവനെ കല്ലെറിഞ്ഞു കൊല്ലേണം. ആവർത്തനം 13:11. അതായിരുന്നു ന്യായപ്രമാണ കൽപ്പന. തന്മൂലം പ്രവാചകൻ എന്ന് സ്വയം വിളിച്ച് ഒരുവൻ ജനത്തിൻ്റെ മധ്യേ നിന്നെഴുന്നേൽക്കുക വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു.